കുഞ്ഞൂസ് വേൾഡിൻ്റെ ഏറ്റവും ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു യൂട്യൂബിലൊരു ചാനൽ തുടങ്ങി വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. അതൊന്ന് നടക്കുകയാണ്. നമ്മൾ വീടിനോട് ചേർന്ന് ഒരു കുഞ്ഞ് കിച്ചണൊക്കെ സെറ്റപ്പ് ചെയ്തു. അതിൽ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പാല് കാച്ചൽ ചടങ്ങ് നടത്തുകയാണ്. ഏട്ടനാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വിളക്കൊക്കെ കത്തിച്ചു. ആ വിളക്കിൽ നിന്ന് തീ പകർന്ന് നമ്മുടെ അടുപ്പിൽ തീ കത്തിക്കുകയാണ്. അടുപ്പിൽ നല്ല ഉഷാറായിട്ട് തീ കത്തുന്നുണ്ട്. നമ്മൾ അടുപ്പിലേക്ക് പാലെടുത്ത് വെക്കാൻ പോവുകയാണ്. നമുക്ക് പാല് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വീടിനോട് ചേർന്ന് നമ്മൾ ചെറിയ രീതിയിൽ സെറ്റ് ചെയ്തെടുത്ത അടുപ്പാണ്. ഏട്ടൻ തന്നെയാണ് ഇതിൻ്റെ എല്ലാം വർക്കുകളും ചെയ്തത്. അതിൻ്റെ വീഡിയോ നമ്മൾ പിന്നീട് ഒരിക്കൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കിച്ചൻ്റെ ചുറ്റിനും ഏലം ഉണ്ട്. ഏലത്തിൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ പുറത്ത് നല്ല മഴയാണ്. നമ്മുടെ പാല് ഏകദേശം തിളച്ച് വരാനായിട്ടുണ്ട്. കുഞ്ഞൂസിന് അറിയില്ല നമ്മളിന്നിങ്ങനെ ഒരു ചടങ്ങ് ചെയ്യുന്ന കാര്യം. അവൾ സ്കൂളിൽ പോയിരിക്കുകയാണ്. അവൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവളെ കാണിക്കണം. അങ്ങനെ നമ്മൾ പാല് കാച്ചലൊക്കെ നടത്തി. പാല് ഗ്ലാസ്സിൽ ഒഴിച്ച് നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ആ അടുപ്പിൽ തന്നെ കുറച്ച് ചോറ് വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. ചോറ് അടുപ്പത്തിട്ടു. ഇത് നമ്മുടെ കിച്ചണോട് ചേർന്നുള്ള പറമ്പും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ചോറ് ഏകദേശം വെന്തു. നമ്മളത് വാർക്കാൻ വേണ്ടിയിട്ട് വാർത്തു. ഇനി നമുക്ക് ഇന്ന് എന്താണ് കറി വെക്കാമെന്നുള്ള ഒരു ആലോചനയിലാണ്. നമ്മുടെ പറമ്പിൽ തന്നെ മുരിങ്ങയിലയും അതുപോലെ ചേമ്പിൻ്റെ താളമൊക്കെ ഉണ്ട്. അപ്പോൾ അത് തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏട്ടൻ മുരിങ്ങയില പറിക്കുകയാണ്. നമ്മുടെ പറമ്പിൽ തന്നെയാണ് മുരിങ്ങയില ഉള്ളത്. അപ്പോൾ മുരിങ്ങയില പറിച്ചു. ഇനി നമുക്ക് മുരിങ്ങയില ചാറും അതുപോലെ തന്നെ നമുക്ക് ചേമ്പിൻ്റെ ഇല, ഇത് തോരൻ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന് കിഴങ്ങുണ്ടാവില്ല. തോരൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ചേമ്പിൻ്റെ താളാണ്. അങ്ങനെ നമ്മൾ തോരൻ വെക്കാൻ വേണ്ടി കുറച്ച് ചേമ്പിൻ്റെ താളും പറിച്ചെടുത്തു. ഇനി നമുക്ക് അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇലയും തണ്ടും സെപ്പറേറ്റ് ആക്കി നമുക്കത് കഴുകി വൃത്തിയാക്കി എടുക്കണം. തണ്ട് സെപ്പറേറ്റ് കഴുകി, അതുപോലെ തന്നെ ഇലയും നമ്മൾ കഴുകി വൃത്തിയാക്കി. അതിനുശേഷം തണ്ട് അതിൻ്റെ നാര് നമ്മളതങ്ങ് എടുത്ത് കളയുകയാണ്. നാര് ഓരോ ഇതിൻ്റെ അങ്ങ് എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾക്കത് അരിയണം. അപ്പോൾ അരിയുന്നതിൽ എക്സ്പേർട്ടാണ് ഏട്ടൻ. അതുകൊണ്ട് ഞാൻ ഏട്ടനെ തന്നെ ഏൽപ്പിക്കുകയാണ് അരിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇലയും അതുപോലെ തണ്ടും സെപ്പറേറ്റായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചു. അപ്പം ഏട്ടൻ അരിയാൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അരിയാണ്. പുറത്ത് നല്ല മഴയാണ്. തണ്ടിങ്ങനെ കുനുകുനാന്നാക്കിയിട്ടാണ് ഏട്ടൻ അരിയുന്നത്. നല്ല അടിപൊളി മഴ പുറത്ത്. അതിനോട് ചേർന്നാണ് നമ്മുടെ കിച്ചൺ. നല്ല ഒരു മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
തണ്ടരിഞ്ഞ് ഇനി നമ്മൾ ഇലയും കൂടെ അരിഞ്ഞ് നമ്മളിനി അത് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും കുറച്ച് സവാളയും കൂടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. കുറച്ച് തേങ്ങയും റെഡിയാക്കി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും സവാളയും കൂടെ ഇട്ട് അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അത് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക്, ഒരുപാട് വഴലണമെന്നില്ല, റെഡിയായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ച ചേമ്പിൻ്റെ തണ്ടും ഇലയും കൂടെ മിക്സ് ചെയ്ത് പെട്ടെന്ന് വേകും. ഇലയാണല്ലോ, പെട്ടെന്ന് വേകും. ഇതിലേക്ക് നമ്മൾ ഇലയും തണ്ടും കൂടെ അരിഞ്ഞു വെച്ചത് ചേർക്കുകയാണ്. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി അതിനകത്തേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചിരകിയും കൂടെ ചേർത്ത് മൂടി വെച്ചു. ശകലം നേരം മൂടി വെച്ചാൽ മതി. തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചേമ്പിൻ്റെ തോരൻ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കത് വാങ്ങി വെക്കാം. ഇനി നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. നമ്മുടെ മുരിങ്ങയില വളരെ ശ്രദ്ധാപൂർവം വൃത്തിയാക്കേണ്ട ഒരു സാധനമാണ്. അതുപോലെ എട്ടുകാലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ഓരോ ഇലയും തന്നെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നോക്കി വൃത്തിയാക്കി എടുക്കണം. ഇത് നമുക്ക് പ്രത്യേകമായിട്ട് പാലക്കാടുകാരുടെ ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു എന്താ പറയുക, പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ്. വളരെ എളുപ്പമാണിത് ചെയ്യാൻ. മുരിങ്ങയില എല്ലാം നല്ല വൃത്തിയാക്കിയതിന് ശേഷം അടുപ്പത്ത് ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ച് അതിനകത്തേക്ക് കാന്താരി മുളക് നടുകീറിയിട്ട് അതിലേക്ക് ഇടുക, കുറച്ച് ഉപ്പ് ഇടുക. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള മുരിങ്ങയിലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് തിളച്ചാൽ നമ്മളുടെ ഈ മുരിങ്ങയില കൊണ്ടുള്ള കറി റെഡിയായി. നമുക്കൊന്ന് ഇളക്കി വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാം. മുരിങ്ങയിലയ്ക്ക് ഒരുപാട് വേവില്ല, പെട്ടെന്ന് വേവും. ചൂടുവെള്ളത്തിലേക്ക് ഇട്ട അപ്പം തന്നെ വേവും, അത്രേ വേവാൻ പാടുള്ളൂ. ഒരുപാട് ഗുണമുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ മുരിങ്ങയില. അപ്പോൾ നമ്മളത് മൂടി വെച്ചു. ഏകദേശം തന്നെ റെഡിയായി. നമ്മൾ അത് വാങ്ങാനുള്ള പരുവത്തിലേക്കായി. നമ്മളത് വാങ്ങി വെച്ചതിന് ശേഷം അവസാനത്തെ ഒരു പൊടിക്കൈ കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിനകത്തേക്ക് ഒഴിച്ചാൽ നമ്മുടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പാലക്കാടുകാരുടെ റെസിപ്പി റെഡിയായി. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റേജ്, നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ ചേമ്പില തോരനും അതുപോലെ മുരിങ്ങയില കൊണ്ട് പാലക്കാടുകാരുടെ സ്വന്തം റെസിപ്പിയായിട്ട് നമ്മളൊരു മുരിങ്ങയില കൊണ്ടൊരു ചാറും അതുപോലെ കുറച്ച് ചമ്മന്തിയും ഇനി അതുപോലെ തന്നെ നമ്മുടെ വടുകപ്പുളി നാരങ്ങേൻ്റെ അച്ചാറുമാണ് ഇന്നത്തെ ഉച്ചത്തേക്കുള്ള വിഭവം. നല്ല ചറ പെയ്യുന്ന മഴയത്ത് നല്ല ചൂടോടുകൂടിയുള്ള കറിയും കേട്ടൻ ടേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ ഇന്നത്തെ ഉച്ചയൂണ് ടേസ്റ്റ് ചെയ്താൽ നോക്കാൻ പോവുകയാണ്. പാലക്കാടുകാരുടെ മുരിങ്ങയില കറിയും അതുപോലെ നമ്മുടെ ചേമ്പുന്നാൾ തോരനെ കൂട്ടിയിട്ട്. പുറത്ത് നല്ല മഴയാണ്, നല്ല ചൂടൻ ചോറുമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും ഏതൊരു പുതിയ വ്യക്തിക്ക് പോലും, കുക്കിംഗ് അറിയാത്തൊരു ഏതൊരു വ്യക്തിക്ക് പോലും ഇന്ന് ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നമ്മുടെ പുതിയൊരു ചാനൽ നമ്മൾ തുടങ്ങിയാണ്, കുഞ്ഞൂസ് വേൾഡ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. എല്ലാവർക്കും പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.